ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കോംപ്യൂണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മോഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം നമ്മൾ പഠിച്ചു. അതുവരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് എക്കോസിസ്റ്റം മുതലുള്ള പോർഷൻസാണ്. അപ്പോൾ ആദ്യം ഫങ്ഷൻസ് ഓഫ് എക്കോസിസ്റ്റം നോക്കാം. An ecosystem performs the following functions. First one, it allows flow of biological energy, that is controls the rate of production and respiration of the community. എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്ന ഒരു ലിവിങ് കമ്മ്യൂണിറ്റിയുടെ റേറ്റ് ഓഫ് പ്രൊഡക്ഷനും റെസ്പിറേഷനും കൺട്രോൾ ചെയ്യുന്നത് എക്കോസിസ്റ്റം തന്നെയാണ്. അതാണ് അതിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ. നെക്സ്റ്റ് ഫംഗ്ഷൻ കൺട്രോൾസ് ദ റേറ്റ് ഓഫ് ന്യൂട്രിയൻ സൈക്കിൾസ്, ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് മിനറൽസ്. എൻവയോൺമെൻറ്റിൽ മിനറൽസിൻ്റെ പ്രൊഡക്ഷനും കൺസംഷനും റെഗുലേറ്റ് ചെയ്യുന്നതും എക്കോസിസ്റ്റം തന്നെയാണെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺട്രോളിങ് ദ റേറ്റ് ഓഫ് ന്യൂട്രിയൻറ്റ് സൈക്കിൾസ്. തേർഡ് ഫംഗ്ഷൻ റെഗുലേറ്റ്സ് ബോത്ത് വേസ്, എൻവയോൺമെൻറ്റ് ബൈ ഓർഗാനിസംസ് ആൻഡ് ഓർഗാനിസംസ് ബൈ എൻവയോൺമെൻറ്റ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബാക്ടീരിയ നൈട്രജൻ സോയിലിൽ ഫിക്സ് ചെയ്യുന്നതിലൂടെ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ലിവിങ് ഓർഗാനിസം എൻവയോൺമെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നു അല്ലേ. അതുപോലെ ഫോട്ടോപീരിയോഡിസം എന്ന പ്രോസസ്സിലൂടെ എൻവയോൺമെൻറ്റ് ഓർഗാനിസത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ഹൗ എക്കോസിസ്റ്റം റെഗുലേറ്റ്സ് ബോത്ത് വേസ്, എൻവയോൺമെൻറ്റ് ബൈ ഓർഗാനിസംസ് ആൻഡ് ഓർഗാനിസംസ് ബൈ എൻവയോൺമെൻറ്റ്. ലാസ്റ്റ് ആൻഡ് ഫോർത്ത് ഫംഗ്ഷൻ allows circulation of chemical elements along characteristic paths from environment to organisms and back to environment. അതായത് ഒരു ഓർഗാനിസം ഡൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ ഉണ്ടാകാവുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിനെ സോയിലുള്ള മൈക്രോബ്സ് ഇൻഓർഗാനിക് കോമ്പൗണ്ടാക്കി വീണ്ടും തിരിച്ച് എൻവയോൺമെൻറ്റിൽ കൊണ്ടുവരുന്നുണ്ട്. അതേ കോമ്പൗണ്ട്സിനെ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പ്ലാന്റ്സ് ഇൻടേക്ക് ചെയ്തിട്ട് ഈ ഒരു സൈക്കിൾ അല്ലേ, സർക്കുലേഷൻ ഓഫ് കെമിക്കൽ എലമെൻറ്റ്സ് എന്ന് പറയുന്ന സർക്കിൾ ഫങ്ഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ ദിസ് വേ ഇറ്റ് പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ടു ദ പ്രൊഡ്യൂസേഴ്സ് വിച്ച് ബിൽഡ് അപ്പ് ഓർഗാനിക് മാറ്റർ. ഇങ്ങനെ ഡെഡ് ആൻഡ് ഡിക്കേ ആയിട്ടുള്ള മാറ്റർ സോയിലിൽ വെച്ച് തന്നെ ആ ഒരു ഡെഡ് ആൻഡ് ഡിക്കേയിങ് മാറ്ററിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിന് ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് ആക്കി മാറ്റി അത് പ്രൊഡ്യൂസേഴ്സിന് കൊടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കെമിക്കൽ എലമെൻറ്റ്സിൻ്റെ സർക്കുലേഷൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതും ഇക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഫംഗ്ഷനാണെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ 4 ഫംഗ്ഷൻസാണ് ഇക്കോസിസ്റ്റത്തിനുള്ളത്. ഫസ്റ്റ് വൺ, ഇറ്റ് അലോസ് ദ ഫ്ലോ ഓഫ് ബയോളജിക്കൽ എനർജി, റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് റെസ്പിറേഷൻ ഈസ് റെഗുലേറ്റഡ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂട്രിയൻ സൈക്കിൾസിൻ്റെ റേറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒരു കമ്മ്യൂണിറ്റിയിലെ മിനറൽസിൻ്റെ പ്രൊഡക്ഷനും കൺസംഷനും കൺട്രോൾ ചെയ്യുന്നതും ഇക്കോസിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനാണ്. നെക്സ്റ്റ് പറയുന്നത് എൻവയോൺമെൻറ്റ് ബൈ ഓർഗാനിസംസ് ആൻഡ് ഓർഗാനിസംസ് ബൈ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനും എക്കോസിസ്റ്റത്തിൻ്റെ പരിധിയിൽ തന്നെ വരുന്നതാണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കെമിക്കൽ എലമെൻറ്റ്സിൻ്റെ സർക്കുലേഷൻ റെഗുലേറ്റ് ചെയ്യുന്നതും എക്കോസിസ്റ്റം തന്നെയാണ്. നെക്സ്റ്റ് ഇസ് എനർജി ഫ്ലോ ഇൻ ദി ഇക്കോസിസ്റ്റം. Flow of energy is an essential feature of all ecosystems. Ecosystems depend on a steady and continuous supply of energy in order to maintain structural organizations and to carry out all life preserving activities. നമുക്കറിയാം എനർജി വളരെയധികം എസെൻഷ്യൽ ആണ് അല്ലേ. എല്ലാ ലൈഫ് പ്രിസർവിങ് ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യുന്നതിനും എൻവയോൺമെൻറ്റിൽ തന്നെയുള്ള സ്ട്രക്ചറൽ ഓർഗനൈസേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും എനർജി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് നോൺ ദാറ്റ് ദ സൺ ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി. നമ്മുടെ സണ്ണാണ് അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ദി ഇക്കോസിസ്റ്റം റിക്വയർമെൻറ്റ്സ് ഓഫ് എനർജി അൾട്ടിമേറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ സോളാർ എനർജി. സോ ഇക്കോസിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള എനർജി റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് സോളാർ എനർജിയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. The importance of its uninterrupted flow can be understood by the following examples. എന്തുകൊണ്ടാണ് സോളാർ എനർജി ഇത്രയധികം ഇക്കോസിസ്റ്റത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, if the quantity of solar energy is reduced, the quantity and quality of forest will degrade and the growth will be inadequate. So സോളാർ എനർജിയുടെ ക്വാണ്ടിറ്റി കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഫോറസ്റ്റ് ഡിഗ്രേഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. നമുക്കറിയാം ഗ്രീൻ പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യണമെങ്കിൽ ഉറപ്പായും സോളാർ എനർജി ആവശ്യമാണ്. അപ്പോൾ ഈ സോളാർ എനർജി അഡിക്വേറ്റ് എമൗണ്ടിൽ ഫോറസ്റ്റ് അതായത് പ്ലാന്റ്സിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ they can't perform photosynthesis and they can't prepare the food which is very essential for their own survival. അതിൻ്റെ ഭാഗമായിട്ട് അവ ഡിഗ്രേഡ് ആയി പോവുകയും അവരുടെ ഗ്രോത്ത് ഇന്നാഡിക്വേറ്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. സെക്കൻഡ്, ക്വാളിറ്റി ഓഫ് സോളാർ എനർജി ഈസ് പുവർ. സോളാർ എനർജി പുവറായിട്ട്, ദാറ്റ് മീൻസ് സോളാർ എനർജിയുടെ ക്വാളിറ്റി പുവറായിട്ട് മാറുകയാണെങ്കിൽ
വെജിറ്റേഷനും പ്ലാന്റേഷനും വളരെയധികം സ്കേഴ്സ് ആയിട്ട് മാറും. സോ ഇത് രണ്ടുമാണ് സോളാർ എനർജി എന്തുകൊണ്ടാണ് എക്കോസിസ്റ്റത്തിൻ്റെ എനർജി റിക്വയർമെൻറ്റിനെ എക്കോസിസ്റ്റത്തിൻ്റെ എനർജി റിക്വയർമെൻറ്റ്സ് എന്തുകൊണ്ടാണ് സോളാർ എനർജിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കാരണങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇക്കോളജിക്കൽ സക്സഷൻ. It means ecological development. It refers to the process of gradual change in conditions of environment and replacement of older species. So, നമ്മുടെ എൻവയോൺമെൻറ്റിൽ പതിയെ ഉണ്ടാകാവുന്ന ചേഞ്ചസിനെയും പഴയ സ്പീഷീസിന് പകരം പുതിയ സ്പീഷീസ് വരുന്ന ആ ഒരു പ്രോസസ്സിനെ, ആ ഒരു ഗ്രാജുവൽ പ്രോസസ്സിനെയാണ് നമ്മൾ ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഗ്രാജുവൽ ചേഞ്ചസ് ഉണ്ടാകാറുണ്ട്. Over the time it goes automatically. This is an ever continuing phenomenon that happens by means of autogenic process. The occurrence of ecological succession has the following characteristics. അപ്പോൾ എന്തൊക്കെയാണ് ഇക്കോളജിക്കൽ സക്സഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സിസ്റ്റമാറ്റിക് പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് ചേഞ്ചസ് ഇൻ സ്പീഷീസ് സ്ട്രക്ചർ. സോ ഒരു എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന അപ്പോൾ ആ എൻവയോൺമെൻറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്പീഷീസിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരുന്നുണ്ട്. അതാണ് ഫസ്റ്റ്. നെക്സ്റ്റ് വൺ ഇറ്റ്സ് ഡയറക്ഷണൽ ആൻഡ് ടേക്സ് പ്ലേസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. സോ സമയം എടുത്താണ് ഈ ചേഞ്ചസ് എല്ലാം ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് ഡയറക്ഷനിലാണ്. ഈ ചേഞ്ചസ് എന്ന് പറയുന്നത് ഡയറക്ഷനിലാണ്. നമ്മൾ പഠിച്ചു അല്ലേ, ഗ്രാജുവലി ഉണ്ടാകുന്ന ചേഞ്ചാണ്, സ്ലോലി എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അപ്പോൾ ഇത് ഒരുപാട് ടൈം എടുക്കും. മൂന്നാമത്തത്, ദ സക്സഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ആൻഡ് പോപ്പുലേഷൻ ഓഫ് ദ സ്പീഷീസ്. സോ ഇങ്ങനെ ഒരു മാറ്റം എൻവയോൺമെൻറ്റിൽ ഉണ്ടാകാവുന്ന കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റം. രണ്ട്, സ്പീഷീസിൻ്റെ പോപ്പുലേഷനിൽ ഉണ്ടാകുന്ന മാറ്റം. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നൊരു ഫിനോമിനൻ ഉണ്ടാകുന്നത്. 4, ദ ചേഞ്ചസ് ഓൾസോ ഒക്കർ ഡ്യൂ ടു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഓഫ് ദ സ്പീഷീസ്. സോ ആ ഒരു എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്ന സ്പീഷീസിൻ്റെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നതും ഈ ഒരു ഗ്രാജുവൽ ചേഞ്ചിന് കാരണമാകുമെന്നാണ് അടുത്തത് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ദ ചേഞ്ചസ് ആർ പ്രഡിക്റ്റബിൾ. എൻവയോൺമെൻറ്റിൽ ഇങ്ങനെ ഉണ്ടാകാവുന്ന എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിൽ ഗ്രാജുവലി ഉണ്ടാകാവുന്ന ഈ ചേഞ്ചസ് പ്രഡിക്റ്റബിളാണ്. ദ പ്രോസസ് ഓഫ് സക്സഷൻ ഇസ് സെൽഫ് ഗിവിങ്, സ്റ്റേബിൾ ആൻഡ് ബയോളജിക്കലി ഫീസിബിൾ. സോ തനിയെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്നത് തന്നെയാണ്. ഇത് ബയോളജിക്കലി ഫീസിബിളാണ്. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചേഞ്ചസ് ഒക്കെ തന്നെയായിരിക്കാം എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിനും ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ്റെ 5 ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. സോ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് നമുക്ക് പോകാം. ഫുഡ് ചെയിൻ. ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഫുഡ് എനർജി ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ് ത്രൂ എ സീരീസ് ഓഫ് ഓർഗാനിസംസ്, herbivores to carnivores to decomposers with the repeated eating and being eaten is known as food chain. The various steps in a food chain are called trophic levels. So producers നിന്നും ഫുഡ് എനർജി സീരീസ് ഓഫ് ഓർഗാനിസത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. പ്രൊഡ്യൂസേഴ്സിൽ നിന്നും ഹെർബിവോറസിൽ നിന്ന് കാർണിവോറസിൽ നിന്ന് ഫൈനലി ഡീകമ്പോസേഴ്സിലോട്ടും പോകുന്ന ഒരു എനർജി ഫ്ലോ, അതിനെയാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇതിൽ റിപ്പീറ്റഡ് ഈറ്റിംഗ് ആൻഡ് ബീയിങ് ഈറ്റൻ ഉൾപ്പെടുന്നുണ്ട്. ഫുഡ് ചെയിനിൻ്റെ ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ പറയുന്നതാണ് ട്രോഫിക് ലെവൽ. എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ട്രോഫിക് ലെവൽ ടു അനദർ ട്രോഫിക് ലെവൽ. സോ ഒരു ട്രോഫിക് ലെവലിൽ നിന്നും മറ്റൊരു ട്രോഫിക് ലെവലിലോട്ട് എനർജി എന്തെയും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കും. Producers utilize the radiant energy of the sun, which is transformed into chemical energy during photosynthesis. So here green plants occupy the first position. So green plants ആണ് ഫസ്റ്റ് പൊസിഷൻ ഓക്യുപ്പൈ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്, ഒരു ടിപ്പിക്കൽ ഫുഡ് ചെയിൻ തന്നിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും. ഈ ഗ്രീൻ പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്യുന്ന ആനിമൽസ്, ആ ഒരു കാറ്റഗറി ഓഫ് ആനിമൽസ് വരുന്നുണ്ട്. പ്രൈമറി കൺസ്യൂമർ, അതിനകത്ത് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഗ്രാസ് ഹോപ്പർ തന്നിട്ടുണ്ട്. ഈ ഗ്രാസ് ഹോപ്പറിനെ കൺസ്യൂം ചെയ്യുന്ന ആനിമൽസ് വരുന്നതാണ്. അതായത് ഗ്രാസ് ഹോപ്പർ എന്ന് പറയാൻ പറ്റില്ല, ഈ പ്രൈമറി കൺസ്യൂമേഴ്സിനെ കൺസ്യൂം ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ്. നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ആ ഒരു വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, അന്ന് പോയി കണ്ടേക്കാം. അപ്പോൾ ഈ പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടെർഷ്യറി കൺസ്യൂമർ എന്ന് പറയുന്ന 3 കോൺസെപ്റ്റ്സും ഒന്ന് ക്ലിയർ ആയി കിട്ടും. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, സെക്കൻഡറി കൺസ്യൂമർ എന്ന് പറയുന്നത് ഈ പ്രൈമറി കൺസ്യൂമേഴ്സിനെ കൺസ്യൂം ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആനിമൽസിനെയാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഗ്രൂപ്പിൽ വരുന്നത്. ദെൻ ടെർഷ്യറി കൺസ്യൂമർ എന്ന് പറയുന്നത് സെക്കൻഡറി കൺസ്യൂമറിനെ കൺസ്യൂം ചെയ്യുന്നവരായിരിക്കും.
ഈ ടെർഷ്യറി കൺസ്യൂമർ ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന ഹോക്കാണ്. ഈ ഹോക്ക് ഡൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് സോയിലിൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററായിട്ട് മാറുന്ന സമയത്ത് ഇതിനെ ഡീകമ്പോസ് ചെയ്യുന്ന ഫഞ്ചായി ഡീകമ്പോസർ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. ഫഞ്ചായിൽ നിന്ന് തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആ ന്യൂട്രിയൻസ് തിരിച്ച് പ്രൊഡ്യൂസേഴ്സ് ഗ്രൂപ്പിലോട്ട് തന്നെ പോകുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് എ typical food chain. The energy stored in the food manufactured by green plants is then utilized by herbivores. They constitute the second trophic level, and this herbivores are eaten by carnivores, and they constitute the third trophic level, and they are also known as the secondary consumers. Then omnivores, they eat both producers as well as carnivores, and such organisms may occupy the more than one trophic level in the food chain. Then a food chain in grassland ecosystem starts with the grasses and forbs and gives the grasshoppers, the frogs, the snake, hawk and nodder in an order sequential arrangement based on the food habits. In a pond, it starts with the phytoplanktons and microphytes, going through water fleas, smaller fish, big fish, then birds and the larger animals and so on. So grassland ഇക്കോസിസ്റ്റത്തിലെയും പോണ്ട് ഇക്കോസിസ്റ്റത്തിലെയും അതൊരു അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിന് എക്സാമ്പിളാണ്. അപ്പോൾ ഈ രണ്ട് ഇക്കോസിസ്റ്റത്തിലും വരാവുന്ന ഫുഡ് ചെയിൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അതൊന്ന് വായിച്ച് നോക്കുക. നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് ഫുഡ് ചെയിൻസ്. എല്ലാ എക്കോസിസ്റ്റത്തിലും രണ്ട് തരത്തിലുള്ള ഫുഡ് ചെയിൻസ് ആണ് വരുന്നത്. ഒന്ന് ഗ്രേസിങ് ഫുഡ് ചെയിൻ, ഒന്ന് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. ഓക്കെ, സോ ഈ രണ്ട് ഫുഡ് ചെയിനും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് ഒന്ന് വായിച്ച് നോക്കുക. കുറച്ച് പോർഷൻസേ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക. ആരെങ്കിലും പുതിയതായിട്ടാണ് ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള മോഡ്യൂൾസിൽ നിന്നുള്ള വീഡിയോസ് ഉറപ്പായി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഉറപ്പായി അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.